പള്ളിന്റെ മുമ്പിൽ ആ കഞ്ചാവ് വെച്ചോടം, ദീർഘന്റെ മുമ്പിൽ മാത്രമല്ല പള്ളിന്റെ മുമ്പിൽ കഞ്ചാവ് വെച്ചോടം. എതിർത്തോന് കിട്ടിയ ശിക്ഷ നിങ്ങൾ കേട്ടോളിൻ. അത് വേറൊരു മൂല്യര് പറയണമെന്ന് കേട്ടോളി. സമസ്തന്റെ വലിയ മൂല്യരാണ് അയാളും, അതൊന്ന് കേൾക്കുക. ഇപ്പൊ ഖസാലി ഇമാമിന്റെ കഥ ഞാൻ പറഞ്ഞില്ല അന്ന്. ആടെ പോയിട്ട് എത്തുമ്പോ കള്ള് ഷാപ്പിലുണ്ട് എന്ന് ആര്? അഹമ്മദുൽ ഖസാലി തങ്ങള്. അത് നമ്മക്ക് കാണുന്നത് കള്ള് പോലെ, കള്ളല്ലാതെ. ഒരു മിനിറ്റ് അവിടെ കട്ടെ. ഇമാം ഖസാലി കള്ള് ഷാപ്പിൽ കൊടുത്തിട്ട് കള്ളുടിക്കാണ്. ഓട് പറയാണ് ആ നമ്മളൊന്നും കുറ്റം പറയണ്ട, നമ്മളെ കാഴ്ചയിൽ കള്ളാണ്, അത് നമ്മളെ കാഴ്ചയിലാണ് കള്ള്, ഓരോരുത്തർ കള്ളല്ല. പിന്നെയോ അതിങ്ങനെ ബോട്ടിലാണ് പൊട്ടിച്ചൊരു തൊള്ളയിൽ കൊണ്ടൊഴിക്കുമ്പോഴേക്ക് അത് കള്ളിനെ അള്ളാഹു തആല ശുദ്ധമായ തേനാക്കി മാറ്റാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് ഇവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. തീർന്നില്ല. അങ്ങനെ അടുത്ത കഥ കേട്ടോളിൻ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി അല്ലാതെ സിറാജുദ്ദീൻ അൽ ബുൽഖൈനി തങ്ങളാണ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവർ പള്ളിയിലിരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വിൽക്കുന്നുണ്ട്. കഞ്ചാവ് വിൽക്കുന്ന ആളാണെന്ന് ആറ്റി ഓടിക്കടാന്ന് പറഞ്ഞ് അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോ കണ്ടപ്പോ അയാൾ ആ ശകാരിച്ച് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് പള്ളിക്ക് വന്നു. ആര്? ഒന്നിരിക്കലേ ഈ രണ്ട് ഇമാമികളുള്ള ഏതെങ്കിലും ഒരാൾ, എനിക്ക് ശരിക്കും ഉറപ്പില്ലല്ലോ സാർ. ഉറപ്പില്ല. വന്നിട്ട് നിസ്കാരത്തിൽ ഇക്കാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിൽ നിന്നിട്ട് കൈ കെട്ടിട്ട് ഫാത്തി ഓതുമ്പോ ഫാത്തി അറിയില്ല. ഫാത്തി ഓതുമ്പോ ഖുർആന്റെ ഒരൊറ്റ, ഖുർആൻ ഹാഫിളാണ് അവർ, ഒരൊറ്റ ആയത്ത് ഓർമ്മയില്ല. കൈ കെട്ടിട്ട് നോക്കുമ്പോ അല്ലാ എന്താ ഇപ്പൊ ഇത് ഇയാളെ പറഞ്ഞു വന്നതപ്പ എന്നെല്ലാം പറഞ്ഞ് ചുരുക്കി പറഞ്ഞിട്ട് പോയിട്ട് ആടെ പോയിട്ട് മാഫ് ചോദിച്ചു മൂപ്പറോട്. അപ്പൊ മൂപ്പർ പറഞ്ഞെന്താ, ഞാൻ കഞ്ചാവ് എന്ന് പേരിട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാല് നിസ്കാരം ഇല്ലാത്തവൻ അത് വെച്ചെങ്കോ നിസ്കരിക്കാൻ തുടങ്ങും. സൂപ്പർ. കള്ളു കുടിക്കുന്നവൻ അത് വലിച്ചാല് കള്ളുകൂടി മതിയാക്കും. അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേട്ടില്ലേ? എന്താ പള്ളിന്റെ മുമ്പിൽ നിന്ന് ഒരാൾ കഞ്ചാവ് വെക്കണേ? കഞ്ചാവ് വെക്കുമ്പോ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയോ ഇമാം ബുൽഖൈനിയോ ആരാന്ന് മൂപ്പർക്ക് ശരിക്കും ഓർമ്മല്ല. രണ്ടായാലും വലിയ ആൾക്കാരാണ്. ഫതുഹുൽ ബാരിയുടെ ഗ്രന്ഥകർത്താവാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. ബുഖാരിക്ക് ശറഹ് എഴുതിയ മഹാപണ്ഡിതനാണ്, ഹാഫിളാണ്, ഖുർആൻ മുഴുവനും മനപ്പാടുള്ള ആളാണ്. പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പോകുമ്പോൾ പള്ളിന്റെ ചെരുവിൽ പള്ളിന്റെ മുറ്റത്തൊരുത്തം ഗഞ്ച വെക്കണ്. പോടാ അവിടെ നിന്ന് പറഞ്ഞു പള്ളിന്റെ മുമ്പിൽ കഞ്ചാവ് വെക്കുകയെന്ന് ചോദിച്ചു. അയാളെ പറഞ്ഞയച്ച് മൂപ്പര് പള്ളിയിൽ പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈയ്യട്ടി ഫാത്തിഹ കിട്ടണില്ല. ഹാഫിദ് ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള പിന്നെ ഇബ്നു ഹജർ തങ്ങൾക്ക് ഫാത്തിഹ കിട്ടണില്ല എന്ന് മറന്നുപോയി. അവസാനം മൂപ്പര് ബേജാറായി. ഇത് അയാളോട് പറഞ്ഞ കുരുത്തക്കടായിരിക്കും. നിസ്കാരൊക്കെ സലാം വീട്ടി കഴിഞ്ഞ് ഇയാൾ വേഗം പോയിട്ട് എന്ത് ചെയ്തു? മാഫാക്കണം, അറിയാതെ പറഞ്ഞു പോയതാണ്, നിങ്ങൾ വിറ്റോളി. അപ്പൊ പറയണ എന്താ മനസ്സിലാക്കിയത്? ഇന്റെ ഗഞ്ചാന്ന് പറഞ്ഞ സാധാ ഗഞ്ചൊന്നുമല്ല. ഇതടോ ഇത് സാധാ ഗഞ്ചൊന്നുമല്ല. പിന്നെ ഏതാണ്? എന്റെ ഗഞ്ച വലിച്ചാൽ നിസ്കരിക്കാത്തോ നിസ്കാരം തുടങ്ങും. കള്ളുടിക്കണോ കള്ളുടി നിർത്തും. നല്ല ഗഞ്ചല്ലേ മൂല്യന്മാരെ, നിങ്ങളെ പോക്കറ്റിലെ ഗഞ്ച. ഇതാണോ നിങ്ങളെ ദർഗ? ഇതാണോ നിങ്ങളെ പള്ളി? ഇതാണോ നിങ്ങളെ മക്കാമ്? തീർന്നില്ല. നമ്മളിവിടെ അടുത്ത് വരുന്ന ഹസനുണ്ടല്ലോ ഖോജ, മൂപ്പരെന്ന് പറയട്ടെ, ഷെയ്ഖിന്റെ അടുക്കല് മൂപ്പരിക്കൊരു ഷെയ്ഖുണ്ട്. അതാരാ? അതൊരു ഷെയ്ഖുണ്ട്, ഒരു കുരുവട്ടൂര് ഒരു ഹാഫിദ് ഉണ്ട്. കുരുവട്ടൂര് ഹാഫിദ് മൂപ്പരാണ് ഇപ്പൊ കാണാൻ വലിയ ഇപ്പൊ ലോകത്തിന്റെ അപ്പോഴത്തെ ഒരു കൺട്രോളറാണ് മൂപ്പര്, മുദബ്ബിറുൽ ആലമാണ്. അപ്പൊ മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖുമാരുടെയും അവസ്ഥ എന്താ? അവരൊക്കെ മജ്‌ലിസിൽ ആണും പെണ്ണൊക്കെ ഇനി വന്ന് മൂപ്പർക്ക് തോന്നിയോലെ അടുത്തിരുത്തും, മൂപ്പർക്ക് തോന്നിയോരെ കണ്ട് ഹിദ്മത്ത് ചെയ്യിപ്പിക്കും. അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലാന്ന്. ഔലിയാക്കന്മാര് ഷെയ്ഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്ത് പെണ്ണ്? അവർക്കൊക്കെ ഒരാണും പെണ്ണും കല്ലുമ്മൽക്ക് നോക്കണതും ഒരു കല്ലുമ്മ തൊടുന്നതും ഒരു മൃഗത്തെ നോക്കണതും ഒരു മൃഗത്തെ തൊടുന്നതും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തൊടുന്നത്.